അമേരിക്കൻ ഐക്യനാടുകളിൽ അഭയം തേടുന്ന ആയിരക്കണക്കിന് കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കും വലിയ ആശ്വാസം നൽകുന്ന വളരെ നിർണായകമായ ഒരു നിയമപരിഷ്കാരമാണ് ഇപ്പോൾ US ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കിയിരിക്കുന്നത്. അഭയാർത്ഥികൾ സമർപ്പിക്കുന്ന ആദ്യകാല വർക്ക് പെർമിറ്റ് അപേക്ഷകളിൽ 30 ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്ന ചരിത്രപരമായ നിബന്ധന US ഇമിഗ്രേഷൻ വിഭാഗം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അനുഭവപ്പെട്ടിരുന്ന വലിയ അനിശ്ചിതത്വങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ശേഷമാണ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഈ ചട്ടം വീണ്ടും പ്രാബല്യത്തിൽ വരുത്തുന്നത്. എന്താണ് ഈ 30 ദിവസത്തെ വർക്ക് പെർമിറ്റ് റൂൾ? ഇതിന്റെ ഭൂതകാലവും നിലവിലെ മാറ്റങ്ങളും ഭാവിയിലെ വെല്ലുവിളികളും നമുക്ക് സമഗ്രമായി തന്നെ പരിശോധിക്കാം. US ഇമിഗ്രേഷൻ ചട്ടങ്ങളിൽ വരുത്തിയ സാങ്കേതിക തിരുത്തലിലൂടെയാണ് 30 ദിവസത്തെ പ്രോസസിംഗ് കാലാവധി DHS പുനഃസ്ഥാപിച്ചത്. 2026 മെയ് 29 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഈ തിരുത്തൽ നിലവിൽ വന്നത്. US-ൽ അഭയം തേടി ഔദ്യോഗികമായി അപേക്ഷ നൽകി 150 ദിവസങ്ങൾ പൂർത്തിയാക്കുമ്പോൾ അപേക്ഷകർക്ക് രാജ്യത്ത് ജോലി ചെയ്യാനുള്ള അനുമതിക്കായി അപേക്ഷിക്കാം. ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിച്ചാൽ 30 ദിവസത്തിനുള്ളിൽ ഇമിഗ്രേഷൻ ഏജൻസിയായ USCIS അതിൽ തീരുമാനമെടുക്കണം എന്നതായിരുന്നു ചട്ടം. എന്നാൽ 2026 ഏപ്രിൽ പുറത്തിറക്കിയ ഇടക്കാല അന്തിമ ചട്ടത്തിൽ പബ്ലിക് നോട്ടീസോ കൂടിയാലോചനകളോ ഇല്ലാതെ ഈ 30 ദിവസത്തെ സമയപരിധി ഒഴിവാക്കപ്പെടുകയായിരുന്നു. ഇത് കടുത്ത നിയമപ്രശ്നങ്ങൾക്കും കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾക്കുമായി പ്രവർത്തിക്കുന്ന സംഘടനകളുടെയും ലേബർ ഗ്രൂപ്പുകളുടെയും ശക്തമായ പ്രതിഷേധത്തിന് വഴിതെളിച്ചു. DHSന്റെ നടപടി അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ ആക്ടിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകരും സംഘടനകളും നിയമപരമായി മുന്നോട്ടു പോയി. തുടർന്ന് തങ്ങളുടെ ചട്ടത്തിലുണ്ടായത് ഒരു സാങ്കേതിക പിഴവാണെന്ന് വ്യക്തമാക്കി ഭരണകൂടം 30 ദിവസത്തെ സമയപരിധി ഔദ്യോഗികമായി വീണ്ടും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഈ 30 ദിവസത്തെ നിബന്ധനയ്ക്ക് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. 1990കളുടെ മധ്യത്തിലാണ് അഭയാർത്ഥികൾക്കായി 30 ദിവസത്തിനുള്ളിൽ EAD അപേക്ഷകൾ തീർപ്പാക്കണമെന്ന സുപ്രധാന നിയമം ആദ്യമായി കൊണ്ടുവരുന്നത്. അഭയം തേടിയെത്തുന്ന മനുഷ്യർക്ക് അപേക്ഷ തീർപ്പാക്കുന്നതുവരെ മാന്യമായി ജീവിക്കാനും സാമ്പത്തികമായി നിലനിൽക്കാനും നിയമാനുസൃത ജോലി അത്യാവശ്യമാണെന്ന തത്വത്തിലായിരുന്നു ഇത് നിർമ്മിക്കപ്പെട്ടത്. എന്നാൽ ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് 2020 ജൂണിൽ ടൈം ലൈൻ റിപ്പീൽ റൂൾ വഴി ഈ 30 ദിവസത്തെ ബാധ്യത നിർത്തലാക്കിയിരുന്നു. കൂടാതെ തൊഴിൽ പെർമിറ്റിനായി കാത്തിരിക്കേണ്ട കാലാവധി 150 ദിവസത്തിൽ നിന്ന് 365 ദിവസമായി ഉയർത്തുകയും ചെയ്തു. ഇതിനെതിരെ കാസാഡി മേരിലാൻഡ് അസൈലം വർക്സ് തുടങ്ങിയ സംഘടനകൾ ഫെഡറൽ കോടതികളെ സമീപിച്ചു. 2022 ഫെബ്രുവരിയിൽ ഫെഡറൽ കോടതി ട്രംപ് ഭരണകൂടത്തിന്റെ നിയന്ത്രണങ്ങൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും 30 ദിവസത്തെ സമയപരിധി പുനഃസ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് വന്ന ബൈഡൻ ഭരണകൂടവും ഈ പുനഃസ്ഥാപനം തുടരുകയും അഭയാർത്ഥികളുടെ തൊഴിൽ അവകാശങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ നിയമനിർമ്മാണങ്ങൾക്കും തർക്കങ്ങൾക്കുമിടയിൽ 2026 ഏപ്രിൽ ഈ വ്യവസ്ഥ വീണ്ടും നീക്കം ചെയ്യപ്പെടുകയും കടുത്ത എതിർപ്പുകളെ തുടർന്ന് ഇപ്പോൾ ജൂലൈയിൽ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഈ 30 ദിവസത്തെ റൂൾ അഭയാർത്ഥികൾക്ക് ഇത്രമേൽ നിർണായകമാകുന്നത്? ഒന്നാമത്തെ കാര്യം സാമ്പത്തിക ഭദ്രതയും അതിജീവനവുമാണ്. അഭയം തേടി US-ലെത്തുന്ന ഭൂരിഭാഗം ആളുകളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവരാണ്. വർക്ക് പെർമിറ്റ് ലഭിച്ചാൽ മാത്രമേ അവർക്ക് നിയമപരമായി ജോലി ചെയ്യാനും സ്വന്തമായി വരുമാനമുണ്ടാക്കി താമസവും ഭക്ഷണവും കണ്ടെത്താനും സാധിക്കൂ. മറ്റൊന്ന് ഡ്രൈവിംഗ് ലൈസൻസും സോഷ്യൽ സെക്യൂരിറ്റിയുമാണ്. അമേരിക്കയിൽ തൊഴിൽ പെർമിറ്റ് ലഭിക്കുന്നത് സോഷ്യൽ സെക്യൂരിറ്റി നമ്പറും ഡ്രൈവിംഗ് ലൈസൻസും നേടാനുള്ള വഴിയൊരുക്കുന്നുണ്ട്. നിയമവിരുദ്ധ തൊഴിൽ ചൂഷണം തടയാനും ഇതുവഴി സാധിക്കും. ജോലി ചെയ്യാനുള്ള നിയമപരമായി അനുമതി വൈകുമ്പോൾ പലരും കുറഞ്ഞ വേതനത്തിനും ചൂഷണങ്ങൾക്കും വിധേയരായി അനധികൃത ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു. നിയമപരമായ പെർമിറ്റ് ഇത് തടയുന്നു. ഇമിഗ്രേഷൻ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ US ഇമിഗ്രേഷൻ സിസ്റ്റത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗത്തിന് മുൻഗണന നൽകുന്നതാണ് ഈ ചട്ടം. ഈ റൂൾസ് പുനഃസ്ഥാപിച്ചുവെങ്കിലും യഥാർത്ഥത്തിൽ വലിയ വെല്ലുവിളികൾ ഇപ്പോഴും ബാക്കിയാണ്. കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ പ്രകാരം 30 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നുണ്ടെങ്കിലും USCIS-ലെ ജീവനക്കാരുടെ ക്ഷാമവും ദശലക്ഷക്കണക്കിന് അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നതും പ്രോസസ്സിംഗിനെ വൈകിപ്പിക്കുന്നുണ്ട്. നിർബന്ധിത സെക്യൂരിറ്റി പരിശോധനകളും ബയോമെട്രിക് പ്രോസസ്സിംഗും പൂർത്തിയാക്കാൻ പലപ്പോഴും കൂടുതൽ സമയമെടുക്കുന്നുണ്ട്. നിലവിലെ ഈ സാങ്കേതിക തിരുത്തൽ കൂടാതെ DHS നിർദ്ദേശിച്ചിട്ടുള്ള മറ്റൊരു വലിയ നിയമമാറ്റം ഇപ്പോഴും സജീവമാണ്. എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ റീഫോം ഫോർ അസൈലം ആപ്ലിക്കൻസ് എന്ന പേരിലുള്ള ഈ നിർദ്ദേശപ്രകാരം ഇത് ഇപ്പോഴും തുടരുന്നുണ്ട്. വർക്ക് പെർമിറ്റിനായി അപേക്ഷിക്കാനുള്ള കാത്തിരിപ്പ് സമയം 150 ദിവസത്തിൽ നിന്ന് 365 ദിവസമായി ഉയർത്താനാണ് നിർദ്ദേശിക്കുന്നത്. അപേക്ഷയുമേൽ തീരുമാനമെടുക്കാനുള്ള സമയം 30 ദിവസത്തിൽ നിന്ന് 180 ദിവസമായി നീട്ടാനും നിർദ്ദേശമുണ്ട്. അപേക്ഷകളുടെ ബാക്ക്ലോഗ് കൂടുമ്പോൾ പുതിയ അപേക്ഷകൾ താൽക്കാലികമായി സ്വീകരിക്കുന്നത് നിർത്തിവെക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന വ്യവസ്ഥയും ഇതിലുണ്ട്. ചുരുക്കത്തിൽ നിയമപരമായ പോരാട്ടങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ 30 ദിവസത്തെ വർക്ക് പെർമിറ്റ് സമയപരിധി പുനഃസ്ഥാപിച്ചത് US-ലെ അഭയാർത്ഥികൾക്ക് താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ട്. നിലവിൽ പെൻഡിങ്ങിലുള്ള ആദ്യകാല വർക്ക് പെർമിറ്റ് അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ഇത് വഴി തുറക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എങ്കിലും US ഇമിഗ്രേഷൻ നയങ്ങളിൽ വരാനിരിക്കുന്ന കടുത്ത നിയന്ത്രണങ്ങളും കോടതി കേസുകളും ഏത് രീതിയിൽ ഈ മേഖലയെ സ്വാധീനിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്.